പ്രഖ്യാപനത്തോടനുബന്ധിച്ച് കോൺഗ്രസിൽ വലിയ വിവാദമായിരുന്ന സംഭവമായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരിൽ കെ സുധാകരന് എതിരെ AICCക്ക് വ്യാജ കത്തയച്ചു എന്നൊരു പരാതി. ഈ പരാതിയിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. കണ്ണൂർ സൈബർ സെല്ലാണ് അന്വേഷണം തുടങ്ങിയത്. കെ സുധാകരന്റെ മരുമകൻ അജിത്തിന്റെ മൊഴിയെടുത്തു. CK വിജയൻ വിവരങ്ങളുമായി. വിജയൻ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ച ഒരു സംഭവമാണിത്. ഇപ്പോൾ ഈ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നറിയുന്നു. ഈ മരുമകൻ അജിത്തിന്റെ മൊഴിയെടുത്തിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളുടെ മൊഴിയെടുക്കുന്നു. എങ്ങനെയൊക്കെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? വ്യാപകമായ രീതിയിലുള്ള ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരൻ്റെ മരുമകനും കോൺഗ്രസിൻ്റെ പ്രവർത്തകനും കൂടിയായ അജിത്തിൻ്റെ മൊഴിയെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ തേടി അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ കത്ത് എവിടെ നിന്ന് വന്നു, ആര് തയ്യാറാക്കി എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അത് KPCC പ്രസിഡന്റ് വളരെ വൈകാരികമായി തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വെല്ലുവിളിച്ചിരുന്നു. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് DGPയോടക്കം പലതവണ കത്തിലൂടെയും മറ്റും ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ഇതിനു പിന്നിൽ കോൺഗ്രസ് വിരുദ്ധ ശക്തികളാണ്, പ്രത്യേകിച്ച് CPMന്റെ കേന്ദ്രങ്ങളാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് അന്വേഷണം ഊർജിതമാക്കിയത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് ഇപ്പോൾ 6-7 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലരുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. ആദ്യം ഇത് ഒരു KPCCയുടെ എന്ന പേരിലുള്ള ഒരു ഗ്രൂപ്പിലാണ് ഈ കത്ത് പുറത്തു വന്നത്. പിന്നീട് ആ കത്ത് പല സ്ഥലങ്ങളിലേക്കായി ഫോർവേഡ് ചെയ്യപ്പെട്ടു. അത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന് സംഘടനാപരമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു MP, മുതിർന്ന നേതാവ്, മുൻ KPCC പ്രസിഡന്റ് കൂടിയായ കെ സുധാകരന് സീറ്റ് നൽകേണ്ടതില്ല, അദ്ദേഹം മത്സരിച്ചാൽ പരാജയപ്പെടും എന്ന ഉള്ളടക്കത്തോടുകൂടി ഒരു കത്തയച്ചു എന്ന രീതിയിലാണ് പിന്നീട് വിശദീകരണങ്ങളെല്ലാം തന്നെ വന്നത്. അത് കോൺഗ്രസിൻ്റെ അകത്തുള്ള ഗ്രൂപ്പ് പോരിൻ്റെയും കെ സുധാകരനും സണ്ണി ജോസഫും തമ്മിലുള്ള വൈരത്തിൻ്റെയും ഉൾപ്പെടെ കഥകളാക്കി പ്രചരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആ കേസിൻ്റെ ഉറവിടം തെളിയിക്കുന്നതിന് വേണ്ടി KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനങ്ങൾ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തത്. അതോടുകൂടിയാണ് പിന്നീട് അന്വേഷണത്തിൻ്റെ ഗതി മാറിയത്. ഈ രീതിയിൽ ആരൊക്കെ ഈ കത്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഏത് സ്ഥലങ്ങളിൽ നിന്ന് നിർമ്മിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ KPCC പ്രസിഡന്റ് അയച്ചതെന്ന് തോന്നുന്ന ഒരു കത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് മാറ്റി റീപ്രിന്റ് ചെയ്തു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇത് എവിടെ വെച്ച് നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇത് നേരത്തെ കോൺഗ്രസിൽ നിന്നും വിട്ട് CPMൽ ചേർന്ന ഒരു നേതാവിൻ്റെ കൂടി ഫോൺ രേഖകളും മറ്റും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പിന്നീട് വലിയ വിവാദത്തിലേക്ക് എത്തും. ഇത് വടകരയിലുള്ള കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനം എന്നാണ് KPCC പ്രസിഡന്റ് നേരത്തെ വിശേഷിപ്പിച്ചത്.